പറഞ്ഞ പേര് കറക്റ്റ് ആണോ? പേര് കറക്റ്റാണ്. മുത്തലബ് എന്നാണോ? മുത്തലിബ്. മുത്തലിബ്. മുത്തലിബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൗരുഷാകപ്പെട്ട പേരാണ്, ഞങ്ങളെ ഒരു പുണ്യപ്പെട്ട പേരാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്നാ പെർഫോം ചെയ്യാൻ എത്തിയിരിക്കുന്നത്? മിമിക്രി. മിമിക്രി. സൗണ്ടുകള്. സൗണ്ട്. ശരി, എന്താണ് പെർഫോം ചെയ്യാൻ പോകുന്നത്? നമുക്ക് ആദ്യം കേൾക്കാൻ പറ്റുന്നത്. ആദ്യം കേൾക്കാൻ പോകുന്നത് നമ്മുടെ ക്യാപ്റ്റൻ രാജു സാറിന്റെ ശബ്ദമാണ്. ഓക്കെ. അദ്ദേഹത്തിന്റെ ഉദയപുരം സുൽത്താൻ എന്ന ചിത്രത്തിൽ. നമുക്ക് ഓരോന്ന് കേട്ടു തുടങ്ങാം അല്ലേ? ശരി. ഇടേ, നിന്റെ കൈയും പിടിച്ച് ഞാൻ അന്ന് ഉമ്മറത്ത് വന്ന് കയറിയപ്പോൾ ഇവിടുത്തെ സമുദായ പ്രമാണികൾ പറഞ്ഞു നിന്നെ ഇസ്ലാമാക്കാൻ. ഞാൻ നിന്നെ നിർബന്ധിച്ചു. എന്നെങ്കിലും നീ അമ്പലത്തിൽ പോകുന്നത് ഞാൻ തടഞ്ഞിട്ടുണ്ടോ? തിരുവാതിരയും ദീപാവലിയും വിഷുവും നമ്മൾ ഒരുമിച്ചല്ലേ ആഘോഷിക്കാറ്? കോടതി ഇതുപ്രകാരം കിട്ടിയ സ്വത്ത് എനിക്കും എൻ്റെ മകനും അനുഭവിക്കാനല്ല, ആ കൊട്ടാരക്കെട്ടിലെ തമ്പുരാക്കന്മാരെ അപമാനിക്കാൻ വേണ്ടി മാത്രമാണ്. എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ, നീ എന്നെ തടയരുത്. ചേട്ടൻ എന്താണ് ചെയ്യുന്നത്? പ്രൊഫഷണൽ വർക്ക് എന്താണ്? ഞാൻ മതിലിന്റെ വർക്കാണ്, സ്ലാബ് മതില്. മതിലിന്റെ വർക്കാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ മതിലിന്റെ വർക്കൊക്കെ ചെയ്യുമ്പോൾ അപ്പുറത്തെ മതിലിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഇതുപോലെയൊക്കെ വോയിസ് ചെയ്ത് കൊടുത്ത് പറ്റിക്കാറുണ്ടോ? തമാശക്കൊക്കെ വോയിസ് ചെയ്യാറ് ആണ്. എങ്ങനെ പറയുന്ന വോയിസിൽ വേറെ അടുത്ത വോയിസ് ഏതാ എടുക്കുക? അപ്പൊ അങ്ങനെയാണെങ്കിൽ ടി.എസ്. രാജു ചേട്ടന്റെ ശബ്ദം ചെയ്യാറുണ്ട്. ഓക്കെ. അദ്ദേഹത്തിന്റെ സഹോദരൻ സഹദേവൻ എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗ് പറയാം. ഓക്കെ, രാജുചേട്ടന്റെ വോയിസ് നമുക്ക് കേൾക്കാം. എന്റെ ഭാരതി, നീ ഇങ്ങനെ ദുഃഖിച്ചിരുന്നിട്ട് എന്താ കാര്യം? കല്യാണം കഴിഞ്ഞ് രണ്ടുപേരെ ഹണിമൂണിന് പോയി. തിരിച്ചു വന്നപ്പോഴോ നമുക്കൊരാളെ നഷ്ടപ്പെട്ടു. ജീവിച്ചിരിക്കുന്നവനാണെങ്കിൽ ബോധവും ഇല്ല. ബോധം വന്നാലേ പറയാൻ പറ്റൂ ജീവിച്ചിരിക്കുന്നവൻ സഹോദരനാണോ സഹദേവനാണോ എന്ന്. അടിപൊളി അടിപൊളി അടിപൊളി, കൊള്ളാം. അപ്പൊ ഇതുപോലെ ഇനിയും ഒരുപാട് പെർഫോമൻസ് ഉണ്ടല്ലോ. അടുത്ത വോയിസ് ആരുടെ നമുക്ക് കേൾക്കാൻ പറ്റുക? അങ്ങനെ ഉണ്ടെങ്കിൽ മേഘനാഥ് സാറിന്റെ ശബ്ദം ചെയ്യാം. മേഘനാഥൻ. ഓക്കെ. എനിക്കിഷ്ടപ്പെട്ടത് കള്ളും കറിയൊന്നല്ല, ആ കാക്കാത്തി പെണ്ണിനെ. ഇത്രയും ചന്തമുള്ളൊരു കാക്കാത്തി പെണ്ണിനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇവിടുന്ന് പോകുമ്പോ അവളുണ്ടാവും എൻ്റെ കൂടെ. ഒന്നുമില്ല, കറക്റ്റാ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ആരുടെ വോയിസാ കേൾക്കാൻ പറ്റുന്നത്? അപ്പൊ ഇനി തിലകൻ ചേട്ടന്റെ പട്ടണപ്രവേശം എന്ന ചിത്രത്തില് കരമന ജനാർദ്ദനൻ ചേട്ടനും തിലകൻ ചേട്ടനും കൂടെ ഒരു കോംബോ സീനാണ്. ഓക്കെ, കേട്ടു നോക്കാം. എടോ വനന്താ തമ്പീര്. അയ്യോ എൻ്റെ പൊണ്ണ് സാറേ, ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല. എടോ ഇത് ഞാനാണോ പ്രഭാകരൻ തമ്പി. ഞാനങ്ങ് ഭയന്ന് പോയല്ലോടോ. ഇങ്ങനെ ഭയന്നാ താൻ അകത്തായി. തനിക്കത് പറയാം. പണ്ട് വിജയവാഡിലെ കാസിന ഹോട്ടലിൽ വെച്ച് ഒരു പാവം മാറുവാടിയെ തല്ലി കൊന്ന് അരയിലുണ്ടായിരുന്ന 4 ലക്ഷം രൂപ നമ്മൾ പങ്കിട്ട് ആ സൗഹൃദമൊക്കെ നീ ഇത്ര പെട്ടെന്ന് മറന്നല്ലോ പ്രഭാകര. എങ്ങനെയെങ്കിലും ഒരു കള്ള പാസ്പോർട്ട് ഉണ്ടാക്കി തരികയാണെങ്കിൽ ഞാൻ വല്ല സിംഗപ്പൂരിലോ മലേഷ്യയിലോ പോയി വല്ല കൂലിപ്പണിയെടുത്ത് ജീവിച്ചോളാം. എന്നാലും എന്നെ കൊപ്രാക്കളത്തിലേക്ക് പറഞ്ഞയക്കല്ലേ പ്രഭാകര. ഇനിയുണ്ടോ പെർഫോമൻസ് കയ്യിലോ? ഇനി നമ്മുടെ ബാബുരാജിന്റെ ശബ്ദം. എൻ്റെ പൊന്ന് വാഹിദയെ ഞാൻ എത്ര നേരമായിട്ട് കാത്തു നിൽക്കുകയാണെന്നറിയോ? ആ മമ്മൂട്ടി എന്ന് പറയുന്ന ഡോക്ടർ തന്നെ കാരണം നിന്നെ ഒന്ന് കാണാൻ പോലും പറ്റുന്നില്ല. ഓക്കെ, സൂപ്പർ. ഇനി നമുക്ക് ഒരാഴ്ച കൂടി ഉണ്ടോ കാണിക്കാൻ? ഇനി ഡാഡി ഗിരിജ. ബലരാമൻ, മുരുകന്റെ ശക്തി. സാക്ഷാൽ കൃഷ്ണ ഭഗവാന് ബലരാമനെ പോലെ അല്ലേ? പക്ഷേ ആയുസ് തീരെ കുറവായല്ലോ ബലരാമ. നിന്നെ ഞാനിങ്ങ് എടുക്കുക. ഡാഡിയുടെ വരവ് മുരുകൻ അറിയണ്ടേ? അതിനുള്ള ക്ഷണക്കത്താ നീ. ദൂതൻ ഇതാ ഇവനും. ഈ ഡാഡി ഗിരിജ എന്നുള്ള ക്യാരക്ടറിന്റെ വോയിസ് ആണ് എടുത്തത്, പക്ഷെ അത് ശരിക്കും ഡബ് ചെയ്തിരിക്കുന്ന മനോജേട്ടനാണ്. അതെ, തീർച്ചയായിട്ടും മനോജേട്ടനാണ്. ഓക്കെ, നന്നായിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും മാസ്റ്റേഴ്സ് എന്താണ് പറയാനുള്ളത് നമ്മുടെ ഈ ഒരു പെർഫോമൻസിനെ പറ്റി? മുത്തലിബ് നന്നായിരുന്നു. താങ്ക് യു. അല്ല, മുത്തലിബ് ഇവിടെ ചെയ്തപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കറക്റ്റായിട്ട് ഫീൽ ചെയ്തത് ക്യാപ്റ്റൻ്റെ ചേട്ടൻ്റെ, പിന്നെ ടി.എസ്. രാജു ചേട്ടൻ അങ്ങനെ ചെയ്ത് ഭയങ്കര ഇഷ്ടമാണ്. മേഘനാഥൻ അതൊക്കെ കറക്റ്റായിരുന്നു. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഏതായാലും ഇവിടെ ചെയ്ത ശബ്ദങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഡയലോഗുകളൊക്കെ ഒന്ന് മാറ്റി പിടിച്ചതാണ്, അധികാരം ചെയ്യാത്ത ഡയലോഗുകൾ ആയതുകൊണ്ട്. നല്ല കാര്യം അങ്ങനെ ചെയ്യുന്നത്, നല്ലതാണത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. വിപിൻ ചേട്ടന് ഒരുപാട് നടന്മാരുടെ ശബ്ദം അനുകരിക്കാൻ പറ്റുന്നൊരു നല്ലൊരു ശബ്ദം ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചേട്ടൻ എടുത്ത എല്ലാം നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിരുന്നു. ചേട്ടൻ ആകെയുള്ള കാര്യങ്ങൾ നോക്കേണ്ടത് ഇത്തിരി കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്താൽ മതി. ഞങ്ങൾ മുമ്പിലിരിക്കുന്ന ഒരു ചേട്ടൻ അത്ര ഒരുപാട് സന്തോഷമാണ്. അല്ല, അത്രേ ഉള്ളൂ. കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്താൽ മാത്രം മതി. കാരണം ബാക്കി എല്ലാ ശബ്ദവും നല്ല ഡിറ്റോ ശബ്ദങ്ങളാണ് എടുത്തത് എല്ലാം.
തിലകഞ്ചേട്ടൻ്റെ ആണെങ്കിലും ഒക്കെ ആ ഡയലോഗ് തന്നെ ഭയങ്കര എപ്പിക് ഡയലോഗാണ്. അത് എല്ലാം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മേഘനാഥനൊക്കെ ഇങ്ങനെ കണ്ണടച്ച് കേട്ടാ പുള്ളി തന്നെ അത്ര രസമുണ്ടായി. ഓക്കെ, അപ്പൊ എന്തായാലും പ്രസാദ് ഏട്ടാ, നിങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സിനിമാ നടന്മാരുടെ ശബ്ദം അനുകരിച്ച് കഴിഞ്ഞിട്ട് അത് കേട്ടിട്ട് നമ്മൾ അനുകരിക്കും. അങ്ങനെയാണ് സാറിന് എല്ലാവരും അനുകരിക്കുന്നത്. സിനിമയിൽ നിന്ന് കേട്ടിട്ട് ഡയലോഗ് കേട്ട് അനുകരിക്കാന്ന് ചിലപ്പോൾ ബുദ്ധിമുട്ടാണ്. അതെ അതെ, മനസ്സിലായില്ലേ? മിമിക്രിക്കാർ അനുകരിക്കുന്ന കേട്ടിട്ട് അതുപോലെ നമ്മൾ അനുകരിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. പക്ഷെ നിങ്ങളിപ്പോൾ എല്ലാം ചെയ്തിരിക്കുന്നത് സിനിമയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. സാധാരണ നമ്മൾ മിമിക്രിക്കാർ അനുകരിക്കുന്ന ആ വരികളല്ല നിങ്ങൾ അനുകരിച്ചിരിക്കുന്നത്, വ്യത്യസ്തമായ ഡയലോഗുകളായിരുന്നു. അതാണ് നിങ്ങളുടെ പ്രത്യേകത. താങ്ക് യു. ഒരു പുതുമ കൊണ്ടുവരാൻ ശ്രമിച്ചു, സക്സസ് ആയി. അപ്പൊ എന്തായാലും ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു.